ആർഎസ്എസ് പന്തളം താലൂക്ക് കാര്യാലയം ആക്രമിച്ച കേസിൽ 2 CPIM പ്രവർത്തകർ പന്തളം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. കടക്കാട് സ്വദേശികളായ കണ്ണൻ, രാജേഷ് എന്നിവരാണ് കീഴടങ്ങിയത്. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി. എന്താണ് വിശദാംശങ്ങൾ? ഏറ്റവും ഒടുവിൽ പോലീസ് 5 നിമിഷം മുൻപ് ഇവരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പോലീസ് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു, അതായത് പോലീസ് സ്റ്റേഷനിലെത്താൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ഒരു 9 മണിയോടുകൂടി ഇവർ ആ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. CPIM നേതൃത്വവുമായി സംസാരിച്ച ശേഷമായിരുന്നു ഇവർ എത്തിയതെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇവർ ആ പ്രദേശത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്ന് ബോധ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇവരെ വീണ്ടും വിളിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും CPIM പ്രവർത്തകരാണോ ഇത് ചെയ്തത് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തത വരുത്താൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും RSS കാര്യാലയം കഴിഞ്ഞ 22-നാണ് ആക്രമിക്കുന്നത്. ഇതിൽ ഒരു ബൈക്കിലും അതുപോലെ തന്നെ ഒരു കാറിലും എത്തിയ സംഘം ആക്രമിച്ചുവെന്നാണ് തൊട്ടടുത്ത വീട്ടിലെ CCTVയിൽ നിന്നടക്കം വ്യക്തമായത്. ആ വാഹനങ്ങൾ പോകുന്നത് മാത്രമാണ് ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ വാഹനത്തിന്റെ നമ്പരോ മറ്റു കാര്യങ്ങളോ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്ന മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. എന്നാലും പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഇത്ര ദിവസമായിട്ടും പ്രതികളെ പിടിക്കാൻ കഴിയാത്തതിൽ വലിയ പ്രതിഷേധം RSS ഉയർത്തുന്നുണ്ട്. പന്തളം NSS കോളേജിലെ വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് തുടർ സംഘർഷത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ RSSന്റെ കാര്യാലയം ആക്രമിക്കപ്പെട്ടതെന്നാണ് RSS നേതാക്കൾ പറയുന്നത്. എന്തായാലും CPIM ഇതിനെ പൂർണ്ണമായി നിരാകരിക്കുകയാണ്. തങ്ങൾ അത് ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ 2 CPIM പ്രവർത്തകരെ വിട്ടയച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.